അളിയ അളിയ എന്തിനാ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? വേറെ ആരില്ലാത്തോണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. അളിയൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നു വേണ്ട, അളിയൻ്റെ ഒപ്പം ഞാനുണ്ട്. ഞാൻ വിചാരിച്ച അളിയൻ പങ്കൾ കാണാതെ ഇടിന്ന് സിഗരറ്റ് വിളിക്കുന്നായിരുന്നു. ഞാൻ വലിക്കാറൊന്നുമില്ല, അളി വലിക്കും. ഞാൻ അങ്ങനെ സിഗരറ്റൊന്നും വിളിക്കില്ല, നല്ല സാധനം കിട്ടിയാൽ 2 പുക എടുക്കും. അളി ഇന്റർവ്യൂവിന് പോയില്ലേ? എന്താ അത് പറയാനേ അളിയനെ പറ്റിട്ട് വന്നേ. പിന്നെ ഉണ്ടല്ലോ ആ ജോലി ഞങ്ങൾക്ക് കിട്ടിയിട്ടാ. കൺഗ്രാറ്റ്സ് അല്ലേ, കൺഗ്രാറ്റ്സ്. അപ്പൊ അളിയന് വീട്ടിൽ പോയിട്ട് എല്ലാവരോടും പറയേണ്ടി വരില്ലേ? എന്ത് വീട്ടിലെല്ലാം പോയിട്ട് പറയുന്നത്? ഞാൻ നാളെ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് കമ്പനിയിൽ വിളിച്ചു പറഞ്ഞു. പിന്നെ ഉണ്ടല്ലോ അളിയാ, ഇവിടെ 2 റൂം ഉണ്ടെന്ന് അവള് പറഞ്ഞു. ഒരു റൂം ഒഴിവല്ലേ, ആ റൂമിൽ ഞാൻ നിന്നോട്ടളിയാ. അതളിയന് ബുദ്ധിമുട്ടാവില്ല അല്ലേ? എന്ത് ബുദ്ധിമുട്ടളിയാ? എൻ്റെ ഓഫീസിലേക്ക് വീടുന്ന 5 മിനിറ്റ് ആയിരിക്കും. പിന്നെ ഇവിടെ വേസ്റ്റ് വരുന്ന ഫുഡ് ഉണ്ടല്ലോ, ഞാൻ അത് കഴിച്ചിട്ട് അളിയും കിടന്നോളാം. ആടെ കാര്യം അളിയും പേടിക്കണ്ട, ഞാൻ നന്നോളാം. അസോസിയേഷനിലൊക്കെ പറയണ്ടേ? എന്താ അസോസിയേഷൻ അളിയാ? ആ കള്ളി ഷാപ്പിലെ ബെഞ്ച് പോലത്തെ നായിലെ വീട്ടിലെ വല്യമ്മയല്ലേ? അല്ല ഞാൻ പറഞ്ഞിനി അളിയത് ഡാഷാണ്. ഡാഷോ കുത്തോ കോമയോ അതൊന്നും അളിയെ നോക്കണ്ട, ആ വല്യമ്മനെ ഞാൻ കണ്ടിനി. പിന്നെ ഉണ്ടല്ല അളിയൻ്റെ ഫ്ലാറ്റിൽ വന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ജ്യൂസ് എല്ലാം കളിക്കി തന്നു. അളിയനോട് നല്ല പേരാണല്ലേ. പിന്നെ ഇല്ല അളിയാ, നമുക്ക് നല്ലോണം പൈക്കും, നമുക്ക് ഭക്ഷണം കഴിക്കാം. അളിയൻ പേടിക്കേണ്ട അളിയാ, അളിയൻ റെൻ്റൽ ഞാൻ തരും, വന്നായിരുന്നു. നീ ഇവിടെ ഇങ്ങനെ മുണങ്ങിക്കൊണ്ടിരുന്നോ? നിന്റെ രാഹുൽ അളിയനെ ഇവിടെയാണ് നീ താമസിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയാൻ വിട്ടുപോയി. ചേട്ടൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത് നമ്മളിവിടെ നന്നായല്ലേ? പാവം ഞാനായി പാവം, അവൻ കഞ്ചാവ് അടിക്കുന്നു. നിങ്ങളെതിനെ വെറുതെ ഓരോന്ന് പറയുന്നേ? നാട്ടുകാരാണ് വല്ലതും പറയും, ഞാൻ തരാൻ. പിന്നെ നാട്ടുകാരെ കാണിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മറ്റേ മെഡൽ കിട്ടുന്ന സാധനമാണല്ലോ.